ഷാരനെ കൊന്നതിന് ശേഷം 11 ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ, ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത്, തടയുന്നത് പുരുഷവിരോധമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൗട്ട് എടുത്തോണ്ട് പോയി. ഒരു ജഡ്ജിയുടെയാണ്. ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോൾ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി. പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൗട്ടും കൊണ്ടുപോയി. വധശിക്ഷ കേട്ട ശേഷവും കൂസലില്ലാതെ ചിത്രം വരച്ചിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കും അമ്പരപ്പാണ്. അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. അത് വേറെ കോടതിയിൽ പോവോ ഏതാന്ന് വെച്ചാൽ അത് ചെയ്തോട്ടെ. ഞാൻ അതിന്റെ ലീഗൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ലീഗൽ ഒപ്പീനിയൻ. പല കാര്യം ചോദിച്ചു, ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ ഇതെന്താണ്, ഇത് റയറസ്റ്റ് അവൻ റയറാവൂന്ന് ചോദിച്ചു. ഞാനതില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അത് എന്റെ റീസണിങ് ഞാനത് പറഞ്ഞു കൊടുത്തു. അതല്ലാതെ ഞാൻ ആ പെൺകുട്ടി നല്ല കാര്യം ചെയ്തെന്നോ അതിനെ വെറുതെ വിടണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അതിന് കഠിനമായ ശിക്ഷ കൊടുക്കണം, അത് അഭിപ്രായക്കാരന് തന്നെ അതേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അതിന് കൊലക്കയറ് കൊടുക്കണോ വിധിക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് എന്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അതിന് കിട്ടിയതില്ലാതാവും. അപ്പോൾ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ വിധി വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. കാരണം കുറച്ച് പേര് പറയുന്നു ഗ്രീഷ്മയ്ക്ക് അത്രയും ശിക്ഷ കൊടുക്കരുതായിരുന്നു, പ്രായം നോക്കണമായിരുന്നു, അവളുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കണമായിരുന്നു. അതിനിടയ്ക്ക് ഒരു ജഡ്ജി വന്ന് മുൻ ജസ്റ്റിസ് വന്നിട്ട് സംസാരിക്കേണ്ടായി, അവൾക്ക് അത്ര ശിക്ഷ കൊടുക്കണ്ടായിരുന്നു, എന്ത് കാര്യത്തിനാണ് ശിക്ഷ കൊടുത്തേ, അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ ആ സമയത്താണ് നമ്മൾ രാഹുൽ ഈശ്വരൊക്കെ ചേർന്നിട്ട് ഒരു മെൻ അസോസിയേഷൻ രൂപീകരിച്ചത്. അതിനുശേഷമാണ് രാഹുൽ ഈശ്വരൊക്കെ ചേർന്നിട്ട് ഈ ഷാരോണിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചേർന്നു. അതായത് മെൻ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അവരെല്ലാവരും ഒത്തുചേർന്ന് ചെയ്യുകയാണ്. കാരണം ഷാരോനെ അനുസ്മരിക്കുകയും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച് ഈ ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യൽ, കട്ടൗട്ടൊക്കെ വെച്ച് പാലഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പോലീസ് വന്ന് കട്ടൗട്ടൊക്കെ എടുത്തിട്ട് പോയി അവരുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പുരുഷൻ ഇവിടെ സമാധാനപരമായി ജീവിക്കുക? ഇതുപോലൊരു കൊലപാതകമോ അല്ലെങ്കിൽ ഇതുപോലൊരു പുരുഷനെതിരെയായിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സംഘടന വേണം, ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റണം. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പുരുഷൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ ഒരു ശരിയായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ചൈൽഡ് അസോസിയേഷൻ ഉണ്ട്, വുമൺ അസോസിയേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മെൻ അസോസിയേഷനും വന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് അല്ലെ അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു തീരുമാനം എടുക്കാനൊക്കെ ആയിട്ടും അവർ നിയമപരമായിട്ട് അഡ്വൈസ് സ്വീകരിക്കുന്നതിനൊക്കെ നല്ല കാര്യം തന്നെയാണ്, നന്നായി തന്നെ പോട്ടെ. പക്ഷേ ഇതിനെതിരെ ഇവർ പോലീസ് വന്ന് ഇങ്ങനെ ചെയ്തതൊക്കെ എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരും അവരുടേതായ രീതിയിൽ അസോസിയേഷൻ തുടങ്ങിക്കോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും ഒരുപോലെയാണ്, അല്ലാതെ സ്ത്രീക്ക് ഒരു പ്രത്യേക ഇതും പുരുഷനൊരു പ്രത്യേകത ഇതുമില്ല. തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്, തെറ്റിന് ശിക്ഷിക്കപ്പെടുന്നതും ഒരേ രീതി തന്നെയാണ്. അപ്പോൾ പിന്നെ മെൻ അസോസിയേഷൻ ഉണ്ടായാലെന്താ, വുമൺ അസോസിയേഷൻ ആയാലെന്താ, എല്ലാവരും കോടതി ഒരുപോലെ ആണെങ്കിൽ പിന്നെ അതിലാർക്കും എതിര് പറയേണ്ട യാതൊരു കാര്യം തന്നെ ഇല്ല. അതോടൊപ്പം നമ്മൾ കണ്ടു നമ്മുടെ ജസ്റ്റിസ് ഇപ്പോൾ വന്നിട്ട് പറയാണ്, അത് കേമൽ പാഷ ഇപ്പോൾ പറയാണ്, ഞാൻ ആ പെൺകുട്ടീനെ ന്യായീകരിച്ചതല്ലെന്ന്. എന്നാൽ പുള്ളി ഒരു ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞ ആ പെണ്ണിനെ പറ്റി അങ്ങ് വാഴ്ത്തി പുകഴ്ത്തുമായിരുന്നു. അങ്ങ് വാഴ്ത്തി പാടും, അവളെപ്പോലെ ഒരു നിഷ്കളങ്കയായ പെണ്ണി നാട്ടിൽ കിട്ടാനില്ല. ആ വിളിക്കുന്ന പെണ്ണെന്നൊന്നുമല്ല, കൊച്ച് കുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതുപോലെ തെറ്റ് ചെയ്തിട്ടവൾ. പുള്ളി പറഞ്ഞത് ചുമ്മാതൊന്നുമല്ല. കാരണം ഈ പെൺകുട്ടിക്ക് ഇനി നിയമപരമായി മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവൾ സെപ്പറേറ്റ് ജയിലിൽ തന്നെയാണ്. അങ്ങനെ നിയമപരമായി ഇനിയും മുമ്പോട്ട് പോകാനുള്ളവർക്കൊക്കെ പ്രത്യേകമായ സെല്ലാണ് അവൾ കൊടുത്തിരിക്കുന്നത്. ഇത് 2025 ആദ്യത്തെ തടവുകാരിയാണ് ഇവൾ. അവളുടെ നമ്പർ തന്നെ അതാണ് 1/2025 സെൽ നമ്പർ 11. അതാണ് ഗ്രീഷ്മ കിടക്കുന്നത്. അവിടെ ആണെങ്കിലോ പുള്ളിക്കാരി ഇത് തന്നെ, ഇത് ടൂർ പോയതുപോലെയാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഭയങ്കര പെയിൻറ്റിങ്ങും കാര്യങ്ങളും പടം വര, രേഖാചിത്രം ആരെയൊക്കെയാണ് വരച്ചു കൂട്ടുന്നത്? അതോ ഇനി മുൻ കാമുകന്മാരെയൊക്കെ വരച്ചു കൂട്ടുകയാണ്, അവരൊക്കെ ഞാൻ തീർക്കും. പിന്നെ സീരിയൽ കില്ലേഴ്സൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ ആണോ എന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും ചിത്രങ്ങളൊക്കെ വരച്ചു കൂട്ടി പുള്ളിക്കാരി അങ്ങ് ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇപ്പോൾ ജയിലിൽ. അതിനു മുമ്പാണെങ്കിൽ ഇവള് ഈ കേസിന് വിധി പറഞ്ഞേക്ക് മുമ്പ് കിടന്ന സെല്ലും സെയിം സെല്ലാണ്. ആ സെല്ലിലൊക്കെ വെച്ച് അവിടുത്തെ മറ്റ് ജയിൽ പുള്ളികളൊക്കെ ആയിട്ട് ഇവൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേറൊരു കാര്യം തന്നെ. എന്നാലും പോകുന്നിടത്തൊക്കെ പുള്ളിക്കാരിയുടേതായ സ്വഭാവം കാണിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, ഇപ്പോൾ പുള്ളിക്കാരി ഇനി അപ്പീലിന് പോകും. അതുകൊണ്ടാണ് പ്രത്യേകമായ സെല്ലിൽ അവൾ ഇട്ടിരിക്കുന്നത്. അതുമല്ല, ഇനി അവിടെ ഇരുന്നിട്ട് ഇവളിനി മുമ്പോട്ട് അപ്പീൽ കൊടുത്ത് ഇനി അതിൻ്റെ തടവിൻ്റെ ഇതൊക്കെ ലഘൂകരിച്ച് കൊണ്ടുവരുമോ എന്താണെന്നൊരു പിടിയില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും കറക്റ്റായിട്ടൊരു ജഡ്ജ്മെൻറ്റാണ് നടന്നതെന്നുള്ള സംതൃപ്തിയിലാണ് എല്ലാവരും. കാരണം ഷാരോണിനെ അവളുടെ തന്നെ പ്രായമുള്ള ഒരു പയ്യനെയാണ് അവൾ കൊന്നത്. എന്നിട്ട് ഈ കമൽ പാഷ ഇരുന്ന് വാഴ്ത്തുന്നത് ഇവളെ.
ആ പയ്യനെ പറ്റി പറയുന്ന എന്താണ്, അവൻ എന്തിനു പോയി, അവൻ പ്രാർത്ഥിക്കാൻ പോയതല്ലല്ലോ, അവൾ വിളിച്ചിട്ട് എന്തിനു പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ കമൽ പാഷ എന്ന് ചിന്തിക്കണം. നിങ്ങൾ അവളെ വാഴ്ത്തി പാടുമ്പോൾ ഈ പയ്യനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം നിങ്ങളുടെ മകനാണ് ആ ഒരു അവസ്ഥ വന്നത്, അല്ലെ നിങ്ങളുടെ ഒരു കൊച്ചുമകനാണ് ഇവളെ പോലെ ഒരുത്തി വന്ന് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ, പ്രേമിച്ച് വശീകരിച്ച് വിഷം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളൊരു മുൻ ജസ്റ്റിസ് ആയിരിക്കും, നിങ്ങൾക്ക് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആ പെണ്ണിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കത്തില്ലേ? അത് തന്നെയല്ലേ അവരുടെ പേരൻസും ആഗ്രഹിച്ചത്. അതിലെന്താണ് നിങ്ങൾക്ക്? ചാനലിൽ ഈ പുള്ളി ഇവളെ ഇങ്ങനെ വാഴ്ത്തി പാടുമ്പോൾ ഇത് കേട്ടോണ്ട് ഷാരോന്റെ സഹോദരനെ ഇരിക്കുക. ആ പയ്യൻ പറയുന്നു എനിക്കിത് കേൾക്കാൻ വയ്യ, ഞാൻ എഴുന്നേറ്റ് പോകാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അങ്ങനെ മനുഷ്യരായിട്ടുള്ള ആർക്കെങ്കിലും അതൊക്കെ കേട്ടിരിക്കാൻ പറ്റും? സ്വന്തം സഹോദരൻ്റെ കാമുകി അവൻ സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മരണത്തിലും ആ മരണക്കിടക്കെ കിടക്കുമ്പോഴും അവളെ സ്നേഹിച്ചിരുന്നു. അവന് മനസ്സിലായി ഇവള് തന്ന വിഷം കൊടുത്തു എന്ന്. എന്നിട്ട് പോലും അവൻ ഒരിക്കലും അവളെ ഇത് പറഞ്ഞില്ല, അവൾക്കെതിരെ സംസാരിച്ചില്ല. അവസാനം ഗത്യന്തരം ഇല്ലാതായപ്പോഴാണ് സ്വന്തം അപ്പനോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്തോ കുടിക്കാൻ തന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുവരെ ആ പയ്യൻ സഹിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവളുടെ വീട്ടിൽ വെച്ച് ഇവൾ ആ കഷായം കൊടുത്ത ഉടനെ ഇവൻ്റെ വയറിനുള്ളിൽ എത്രമാത്രം ബുദ്ധിമുട്ട്, എത്രമാത്രം വേദന സഹിച്ച് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എന്നെ ചതിച്ചു എന്ന്. പോകുന്ന വഴിക്കൊക്കെ അവൻ ഛർദ്ദിച്ചു. പല ഹോസ്പിറ്റലിലും ചെന്നിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ വേറെ ഹോസ്പിറ്റൽ. അപ്പോൾ ഓർക്കണം, അവൻ്റെ നാവിൻ്റെ ഒരു ഭാഗം അറ്റുപോകത്തക്ക രീതിയിൽ കൊടും വിഷം അവൾ കൊടുത്തു. എന്നിട്ടും പോരാ, അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ മൾട്ടി ഓർഗൻസ് ഫെയിലർ ആകത്തക്ക രീതിയിൽ ഇവൾ വിഷം കലക്കി കൊടുത്ത ഇവളെയാണ് ഈ ജഡ്ജി ഇരുന്ന് പറയുന്നത് അവളൊരു നിഷ്കളങ്കയാണ്. എങ്ങനെയാൾക്കിത് പറയാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു നിഷ്കളങ്കതയാണ്. പറഞ്ഞിട്ട് പറയണം അവളുടെ പ്രായം പരിഗണിക്കണം, അവളുടെ വിദ്യാഭ്യാസം പരിഗണിക്കണം, അത് പരിഗണിക്കണം, ഇത് പരിഗണിക്കണം. എന്തിന്? ആ പയ്യനെക്കുറിച്ച് ഒരു മിനിറ്റ് പോലും അയാൾ ആലോചിച്ചില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഷാരോൺ എന്ന് പറഞ്ഞ പയ്യനെക്കുറിച്ച്. അവൻ ഇതുപോലെ വെള്ളം പോലും ഇറങ്ങാതെ 11 ദിവസം ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. അവൻ എത്ര വേദന ഉള്ളിലിങ്ങനെ പൊള്ളിക്കൊണ്ട് കിടക്കുമായിരുന്നു. ആ ഒരു പയ്യനെ പോലും ചിന്തിക്കാതെ ഒരു മനുഷ്യത്വരഹിതമായിട്ട് ഇവളെ ഇങ്ങനെ പുകഴ്ത്തുന്ന ഇയാളുടെ മനസ്സെന്താണ്? എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് പറയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞെന്ന്. എന്നാൽ അയാൾക്ക് നിയമവശമായിട്ട് വേറെ രീതി സംസാരിക്കാമായിരുന്നല്ലോ. ഇപ്പം അയാൾ പറഞ്ഞത് വേറെ ഈ രീതിയിലേക്ക് ആയിരിക്കാം എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഇവള് ഇനിയും ഇതുപോലെ അപ്പീൽ കൊടുത്ത് അത് ശിക്ഷ ഇളവൊക്കെ വരുത്തി വരാൻ ചാൻസ് ഉണ്ടെന്ന രീതിയിലാണ് പറഞ്ഞെങ്കിൽ ആ നിയമത്തിൻ്റെ ഇത് വെച്ചിട്ട് അയാൾ സംസാരിക്കണമായിരുന്നു. അല്ലാതെ അവൾ നിഷ്കളങ്കയാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? അവളുടെ അതേ പ്രായമുള്ള പയ്യനെയാണ് കൊന്നത്, എന്നിട്ട് അവൾ നിഷ്കളങ്കയാന്ന് പറഞ്ഞാലോ? അപ്പോൾ ആ പയ്യൻ്റെ നിഷ്കളങ്കത്വം ഇവിടെ പോയി. അവൻ അത്ര നിഷ്കളങ്കമായിട്ടല്ലേ അവളെ സ്നേഹിച്ചത്, അത്ര ആത്മാർത്ഥമായിട്ടല്ലേ അവളെ സ്നേഹിച്ചത്. അപ്പോൾ ആ ഒരു ഇത് മറന്നിട്ട് ഇങ്ങനെ ഇത് സംസാരിക്കുമ്പോൾ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? എനിക്ക് ഇത്രയും വെറുപ്പോടെ ഞാൻ അവളോട് സംസാരിക്കുന്നതിൻ്റെ കാരണം അത് ആ പയ്യനെ ഒരു തരി പോലും അവൾ മനസ്സിലാക്കിയില്ല. അവൻ എങ്ങനെയും ഒഴിവാക്കണം വേണ്ടിയിട്ട് അവൾ ഒഴിവാക്കി എന്ന് തന്നെ പറയണം. എന്നിട്ട് അവളെ വാനോളം പുകഴ്ത്തുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സെന്താ? ഇപ്പോൾ വന്നിരുന്ന നിങ്ങൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അല്ല ഞാൻ അതല്ല പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങളത് വേറെ രീതി വളച്ചൊടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്, നമുക്കത് മനസ്സിലാവില്ല നിങ്ങൾ പറയുന്ന ഈ ഭാഷ. കാരണം നമ്മളൊക്കെ ജെനുവിനായിട്ടാണ് ചിന്തിക്കുന്നത്, സാധാരണക്കാരെ പോലെയാണ് നമ്മളും ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ അവൾക്ക് മാക്സിമം ശിക്ഷ, ഇതിലപ്പുറം ഇനി എന്തെങ്കിലും ശിക്ഷ ഉണ്ടോ എന്ന് ഓർത്തിരിക്കുക. അന്നേരം അങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ എത്ര പബ്ലിക്കായിട്ട് ക്ഷമാപണം നടത്തിയാലും ഇപ്പോൾ മോഹൻലാലിൻ്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്, വാവിട്ട വാക്കും കൈവിട്ട ആയതും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. നിങ്ങളിതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ക്ഷമാപണം നടത്തുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പബ്ലിക്കായിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു മുൻ ജസ്റ്റിസ് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ പക്വതയോടെ, ഇപ്പോൾ ചൈൽഡിഷായിട്ട് പെരുമാറുന്നത് നിങ്ങളാണ്, അത്ര തരം താഴ്ന്ന് സംസാരിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇനി അദ്ദേഹത്തെപ്പോലുള്ള വലിയ ആൾക്കാർ എന്താ ചിന്തിക്കുന്നത്? സാധുക്കളൊക്കെ എവിടെയെങ്കിലും പോയി ചീഞ്ഞ് പൊക്കോട്ടെ എന്നാണോ? അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ല, നല്ല സുന്ദരികളും കാണാൻ കൊള്ളാവുന്നതുങ്ങളും ഇച്ചിരി വിദ്യാഭ്യാസ യോഗ്യതയുള്ളതുങ്ങളൊക്കെ എന്ത് വേണേലും ആകാമെന്നാണെങ്കിൽ നിങ്ങൾ ആയിക്കോളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.